friends, welcome back to Bava's channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതും ഒരു തരത്തിലല്ല, 3 തരത്തിൽ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അല്ലെങ്കിൽ നമ്മൾ ലഞ്ച് ബോക്സിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാനോ അല്ലെങ്കിൽ ഓഫീസിൽ പോകുമ്പോൾ വലിയവർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള 3 തരത്തിലൊന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എഗ് സാൻഡ്വിച്ച് ആണെന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിനകത്ത് ഒരു 4 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 4 മുട്ട വെച്ചിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഈ മുട്ടകളെല്ലാം നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അത് നമുക്ക് ഫോർക്ക് വെച്ചിട്ട് തന്നെ ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ ഫോർക്ക് വെച്ചിട്ട് ചെയ്യേണ്ട ഇതുപോലെ നിങ്ങൾക്ക് ഉടയ്ക്കേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട. അതിന് പകരം നിങ്ങൾക്കൊരു കത്തി എടുത്തിട്ട് നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കി നുറുക്കി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഫോർക്ക് ആകുമ്പോഴത്തേക്കും എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ലതുപോലെ അങ്ങ് മിക്സ് ആവും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇതാപ്പോൾ ഇവിടെ നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 1/2 സവോള ചെറുതായി നുറുക്കിയതാണ്. ഈ ഒണിയൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. അതിന് പകരം ക്യാരറ്റോ ക്യാബേജോ ക്യാപ്സിക്കോ ഒക്കെ ചേർക്കാം. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് ലെറ്റസ് ആണ്. ലെറ്റസ് വളരെ ചെറിയതായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ലെറ്റസ് ഞാനിവിടെ ചേർക്കുന്നത് ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സാൻഡ്വിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചി ആയിട്ടിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 3 ടേബിൾ സ്പൂണോളം മയണൈസാണ്. മയണൈസ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ചില ആൾക്കാർ 1 ടേബിൾ സ്പൂണൊക്കെ ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു രുചി കിട്ടിയാൽ മതി. പക്ഷെ ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളക് കുഞ്ഞിതായിട്ട് നുറുക്കിയത് ചേർക്കാം, വലിയവർക്കാണെങ്കിൽ കേട്ടോ. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉപ്പിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഒരു പിഞ്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്തായിരുന്നു കേട്ടോ നേരത്തെ. അത് പക്ഷേ വീഡിയോയിൽ പെട്ടിട്ടില്ല. ഒരു പിഞ്ച് ഉപ്പ് ഇട്ടാൽ മതി, അത് ജസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ഞാൻ മിക്സ് ചെയ്തു. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി മല്ലിയില ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില ചേർക്കുമ്പോൾ ഒരു ഇന്ത്യൻ ടേസ്റ്റ് ഒക്കെ വരും കേട്ടോ. ഇനി മല്ലിയിലയ്ക്ക് പകരം നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ പാഴ്സലി ഉണ്ടെങ്കിൽ ബേസിലുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. അപ്പം എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർക്കാം. അല്ലെങ്കിൽ വീട്ടിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പുതിനയില ചേർക്കാതിരിക്കുകയാണ് നല്ലത്. അതിന് വേറൊരു രുചിയാണ് വരിക. ഇനി ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. അപ്പോൾ അതാ ഞാനിവിടെ മല്ലിയിലാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ഒരു മിക്സ് റെഡിയാണ്. ഇനി നമുക്ക് ഇത് ബ്രെഡിൽ എങ്ങനെയാണ് ഇതൊരു സാൻഡ്വിച്ച് ആക്കി എടുക്കണേന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതാ ഞാൻ അതിനായിട്ട് 2 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ അരു ഞാൻ കളയുന്നുണ്ട് കേട്ടോ. അത് സാൻഡ്വിച്ചുകൾക്ക് എപ്പോഴും അരു കളഞ്ഞ് നമ്മൾ വെക്കുന്നതാണ് ഭംഗി. പക്ഷെ അരു നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ അരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനിതിൻ്റെ അരുവെല്ലാം എടുത്ത് വന്നിട്ടുണ്ട്. ഇത് കളയണ്ട കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ എൻ്റെ വീഡിയോസിനകത്ത് ഇട്ടിട്ടുണ്ട്. മുന്നേ വീഡിയോസിനകത്ത് ഞാനതിവിടെ ഇതിൻ്റെ മേലെ ഒരു ഐകാർഡിൽ കൊടുത്തേക്കാം ലിങ്ക്. നിങ്ങളൊന്ന് പോയി കാണും. അപ്പോൾ അത് കളയണ്ട നമുക്ക്. അപ്പോൾ അതാ ഞാനിവിടെ 2 പീസസ് ബ്രെഡ് എടുത്തു. അതിൻ്റെ സൈഡ്സ് എല്ലാം കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ മിക്സ്ചർ നമുക്കിതിനകത്തൊന്ന് ഫില്ല് ചെയ്യാം. ഒരു ബ്രെഡിൻ്റെ മേലെ നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് മറ്റേ ബ്രെഡ് പീസ് എടുത്ത് മേലെ വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ, അതായത് 2 സൈഡ്സിൽ നമുക്ക് ബട്ടർ ഒന്ന് തൂത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ 2 സൈഡ്സിലും ബട്ടർ തൂത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്രിൽഡ് എഗ് മയോ സാൻഡ്വിച്ച് ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അതിനൊരു പാൻ ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. ഒരു ഫ്രൈങ് പാനാണ് ചൂടാക്കിയിട്ടുള്ളത്. ഇനി ഫ്രൈങ് പാനിൽ നമ്മൾ ഇച്ചിരി ബട്ടറും കൂടെ ഒന്ന് തൂത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് മേലെ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സാൻഡ്വിച്ച് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് വെച്ചതിൻ്റെ മേലെ ഇതുപോലത്തെ ഒരു കുഞ്ഞൊരു പ്ലേറ്റ് ഒരു ഇച്ചിരി ഹെവി ആയിട്ടുള്ളൊരു പ്ലേറ്റ് നമ്മൾ ഇതിൻ്റെ മേലെ ഒന്ന് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗ്രില്ല് ചെയ്ത മാതിരി തന്നെ വന്നോളും. നമ്മുടെ വീട്ടിൽ ഗ്രില്ല് ചെയ്യുന്ന പാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 2-3 മിനിറ്റ്, ഒരു സൈഡ് ഒരു 2 മിനിറ്റോളം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കയ്യിലുണ്ടാവുമല്ലോ, അത് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ആ പ്ലേറ്റ് തന്നെ വേണമെന്നില്ല, ഇതുപോലെ എല്ലാ സൈഡിലും ഒരുപോലെ നല്ലതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഗ്രിൽഡ് പോലെ അങ്ങ് വന്നോളും. ഞാനിപ്പോൾ ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞു, ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ല ഒരു ഗോൾഡിഷ് കളറൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു 2 മിനിറ്റും കൂടെ നമുക്കതിൻ്റെ പുറം ഭാഗം കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് സാൻഡ്വിച്ച് റെഡിയായി, ഗ്രിൽഡ് എഗ് മയോ സാൻഡ്വിച്ച് റെഡിയായി. ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം. നമ്മുടെ ഗ്രിൽഡ് എഗ് മയോ സാൻഡ്വിച്ച് റെഡിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പിയാണ്. ഇപ്പോൾ എനിക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഇനി ഞാൻ വേറൊരു മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് 2 പീസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ അരിവും കൂടെ ഒന്ന് എടുത്ത് കളയാണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ അരുവെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് ബട്ടർ തൂത്ത് കൊടുക്കണം. ഇതിന് 2 ബ്രെഡ് സ്ലൈസസുമേ നമുക്ക് ബട്ടർ ഒന്ന് തൂത്ത് കൊടുക്കാം. ബട്ടറെല്ലാം തൂത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ ഞാൻ ഈ ഒരു എഗ് മയോൻ്റെ ഒരു മിക്സ്ചർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വരാം. മിക്സ്ചറെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റേ ബ്രെഡ് സ്ലൈസും കൂടെ ഇതിൻ്റെ മേലെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ടോസ്റ്റ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും അവർക്ക് ഇഷ്ടം കേട്ടോ. അവർക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള എഗ് മയോ സാൻഡ്വിച്ചും റെഡിയാണ്. ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് ഇച്ചിരി സ്പൈസി ആയിട്ട് വലിയവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്. അതിനായിട്ട് 2 പീസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ സൈഡ്സ് ഒന്നും ഞാൻ കളയുന്നില്ല, കാരണം വലിയവർക്ക് അത് കളയണം എന്നുള്ളവർക്ക് കളയാം, പക്ഷെ ഞാനിവിടെ കളയുന്നില്ല. ഇനി ഒരു സൈഡിൽ മുഴുവൻ ഞാൻ നമ്മുടെ എഗ് മിക്സ്ചർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മേലെ ഞാൻ ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ഉണക്കമുളകിൻ്റെ പൊടിച്ചതാണ് ഈ ചില്ലി ഫ്ലേക്സ് എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. അതിവിടെ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ട് വീട്ടിൽ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് മിക്സിയിലൊന്ന് പൾസ് ചെയ്ത് അടിച്ചിട്ട് നമുക്കിതുപോലെ മേലെ വിതറാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി പപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം പപ്രിക്ക പൗഡർ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. നല്ല ഹോട്ട് പപ്രിക്ക പൗഡർ ജസ്റ്റ് അതിൻ്റെ മേലെ വിതറാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള എഗ് മയോ സാൻഡ്വിച്ചും റെഡിയാണ്. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു 3 തരത്തിലുള്ള സാൻഡ്വിച്ച് ഒരേ മിക്സ്ചർ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് വെറൈറ്റീസ് ആയിട്ട് നമ്മൾ 3 എണ്ണമാണ് ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.